നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന മറ്റുള്ളവർക്ക് നല്ലത് മാത്രം ചെയ്യുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഇത്രയധികം കഷ്ടപ്പാടുകൾ വരുന്നത്? എന്നാൽ ദൈവത്തെ ഭയക്കാത്തവർ ഒരു കുഴപ്പവുമില്ലാതെ ജീവിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈശ്വരനിൽ വിശ്വാസം നഷ്ടപ്പെടാറുണ്ടോ? എങ്കിൽ കേൾക്കുക, മഹാനായ ചാണക്യൻ പറയുന്നത് ഈ കഷ്ടപ്പാടുകൾ ശാപമല്ല, മറിച്ച് നിങ്ങളുടെ മേലുള്ള വലിയൊരു അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ് എന്നാണ്. അതെന്താണെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. നമസ്കാരം സുഹൃത്തുക്കളെ. ജയപരാജയങ്ങളുടെ ഈ ലോകത്ത് വീണുപോയ ഇടത്തുനിന്ന് കൂടുതൽ കരുത്തോടെ എങ്ങനെ എഴുന്നേൽക്കണമെന്ന് ചിന്തിക്കുന്ന പ്രിയ പ്രേക്ഷകർക്ക് ചാണക്യ ലോകത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ ഏത് ഇരുട്ടിലും പ്രകാശമാകുന്ന വിവേകത്തിന്റെ ചാണക്യതന്ത്രങ്ങളും ജീവിത വിജയത്തിനായുള്ള ശക്തമായ മോട്ടിവേഷനുകളുമായി ഞങ്ങൾ ഇതാ വരികയാണ്. കൂടുതൽ നിങ്ങളുടെ ചിന്തകളെ മാറ്റാൻ, ജീവിതത്തെ മാറ്റിമറിക്കാൻ ചാണക്യലോകമെന്നും നിങ്ങൾക്കൊപ്പം. സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള വലിയൊരു വിഷമമുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ എല്ലാവർക്കും നല്ലതു മാത്രം ചിന്തിച്ചിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് മാത്രം എപ്പോഴും കഷ്ടപ്പാടുകൾ വരുന്നത്? ദൈവമേ, ഞാൻ എന്ത് പിഴച്ചു എന്ന് ചോദിച്ച് കണ്ണീരൊഴുക്കിയ എത്രയോ രാത്രികൾ നമുക്കുണ്ടായിട്ടുണ്ടാകും. നമ്മൾ വിചാരിക്കും ദൈവം നമ്മളെ മറന്നുപോയെന്ന്, അല്ലെങ്കിൽ നമ്മളോട് വിവേചനം കാണിക്കുകയാണെന്ന്. എന്നാൽ ഭാരതീയ ചിന്തകളും മഹാനായ ചാണക്യന്റെ തത്വങ്ങളും ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇത് ദൈവത്തിന്റെ ക്രൂരതയല്ല, മറിച്ച് നിങ്ങളോട് കാണിക്കുന്ന പ്രത്യേക കരുണയാണെന്ന്. അതെ, ഈശ്വരാനുഗ്രഹമുള്ളവർക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്നതിന് പിന്നിൽ കൃത്യമായ 4 കാരണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ലിസ്റ്റിലെ ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം ഇതാണ്: തങ്കത്തെ മാറ്റുരയ്ക്കുന്നതുപോലെ നമ്മളെല്ലാവരും സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാറുണ്ട്. വിപണിയിൽ അതിന് വലിയ വിലയുമാണ്. എന്നാൽ ആ സ്വർണത്തിന് എപ്പോഴാണ് ആ തിളക്കവും മൂല്യവും ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വെറുതെ മണ്ണിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന സ്വർണ്ണക്കട്ടയ്ക്ക് ആരും വില കൽപ്പിക്കാറില്ല. അതിന് മാറ്റുകൂടണമെങ്കിൽ, അത് മനോഹരമായൊരു ആഭരണമായി മാറണമെങ്കിൽ, അത് അതിഭയങ്കരമായ ചൂടിൽ ഉരുകുന്ന തീച്ചൂളയിലേക്ക് എറിയപ്പെടണം. ആ അഗ്നിയിൽ വെന്തുരുകി അടികളേറ്റു വാങ്ങുമ്പോൾ മാത്രമാണ് അതിലെ അഴുക്കുകളെല്ലാം മാറി അത് ശുദ്ധമായ തങ്കമായി മാറുന്നത്. ഇതുതന്നെയാണ് ഈശ്വരൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോടും ചെയ്യുന്നത്. മഹാനായ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്, ഒരു മനുഷ്യന്റെ യഥാർത്ഥ യോഗ്യത അറിയണമെങ്കിൽ അവൻ പ്രതിസന്ധികളിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കണം. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, ഈശ്വരവിശ്വാസിയാണ്. എന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവം നിങ്ങളെ കൈവിട്ടു എന്നല്ല, മറിച്ച് നിങ്ങളെ ആ തീച്ചൂളയിലേക്ക് ഇറക്കി നിർത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റികളെയും ഭയത്തെയും ഈ കഷ്ടപ്പാടുകളാകുന്ന തീയിലിട്ട് ചാരമാക്കുകയാണ്. വരാനിരിക്കുന്ന വലിയൊരു കാലഘട്ടത്തിലേക്ക് നിങ്ങളെ ഏറ്റവും മൂല്യമുള്ള, തിളക്കമുള്ള ഒരു വ്യക്തിത്വമാക്കി മാറ്റിയെടുക്കാൻ ഈശ്വരൻ നടത്തുന്ന ഒരു പ്രക്രിയ മാത്രമാണിത്. നമ്മൾ വിചാരിക്കും കഷ്ടപ്പാടുകൾ നമ്മളെ തകർക്കാനാണെന്ന്. എന്നാൽ ഓർക്കുക, ഈശ്വരാനുഗ്രഹമുള്ളവർക്ക് വരുന്ന പരീക്ഷണങ്ങൾ അവരെ തകർക്കാനല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ യഥാർത്ഥ കരുത്ത് പുറത്തെടുത്ത് അവരെ കൂടുതൽ ശക്തരും ജ്ഞാനികളുമാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരുമ്പോൾ ഓർക്കുക, നിങ്ങൾ ദൈവത്താൽ മാറ്റുരയ്ക്കപ്പെടുകയാണ്. രണ്ടാമത്തെ കാരണം കർമ്മഫലങ്ങളുടെ വേഗതയും ആത്മശുദ്ധീകരണവും, ദി ആക്സലറേഷൻ ഓഫ് കർമ്മ. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ കാരണം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം. എന്നാൽ ഇതാണ് പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ സത്യം: കർമ്മഫലങ്ങളുടെ വേഗത. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ ഈ ജന്മത്തിൽ ആരെയും ദ്രോഹിച്ചിട്ടില്ല, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഈ ശിക്ഷ എന്ന്. സനാതനധർമ്മത്തിലും ചാണക്യദർശനങ്ങളിലും വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്: മനുഷ്യൻ അനുഭവിക്കുന്ന സുഖങ്ങളും ദുഃഖങ്ങളും അവന്റെ കർമ്മഫലങ്ങളാണ്. അത് ഈ ജന്മത്തിലേതാകാം, അല്ലെങ്കിൽ മുൻജന്മങ്ങളിലേതാകാം. ഇവിടെയാണ് ഈശ്വരാനുഗ്രഹത്തിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. ദൈവത്തിനൊട്ടും താൽപ്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അധർമ്മത്തിന്റെ വഴിയിൽ നടക്കുന്ന ആളുകളുടെ തെറ്റുകൾ പ്രകൃതി അപ്പോൾ തന്നെ ശിക്ഷിക്കാറില്ല. അവർക്ക് അവരുടെ പലിശ സഹിതമുള്ള വലിയ ശിക്ഷ വരാനിരിക്കുന്ന കാലങ്ങളിലോ അടുത്ത ജന്മങ്ങളിലോ അനുഭവിക്കാൻ വേണ്ടി മാറ്റിവെക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വലിയ തെറ്റുകൾ ചെയ്യുന്നവർ പോലും ഇപ്പോൾ സുഖമായി ജീവിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നത്. എന്നാൽ ഈശ്വരന് ഏറ്റവും പ്രിയപ്പെട്ടവരായ ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ഒരു വ്യക്തിയുടെ അവസ്ഥ ഇതല്ല. ഒരു നല്ല അച്ഛൻ തന്റെ മകൻ തെറ്റു ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അടിച്ചു തിരുത്തുന്നതുപോലെ ദൈവം തന്റെ പ്രിയപ്പെട്ടവരുടെ മുൻകാല കർമ്മദോഷങ്ങൾ കഠിനമായ കഷ്ടപ്പാടുകളിലൂടെ വേഗത്തിൽ തീർത്തുകൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ബാധ്യതകൾ ഈ കഷ്ടപ്പാടുകളിലൂടെ ദൈവം വേഗത്തിൽ ഇല്ലാതാക്കുന്നു. ഇതിന്റെ ഗുണമെന്തെന്നല്ലേ? നിങ്ങളുടെ ജീവിതത്തിലെ കറുത്ത പാടുകളെല്ലാം ഈ ചെറിയ പ്രായത്തിലോ അല്ലെങ്കിൽ ഈയൊരു കാലഘട്ടത്തിലോ അനുഭവിച്ചു തീർക്കുന്നതിലൂടെ നിങ്ങളുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു.
വരാനിരിക്കുന്ന നിങ്ങളുടെ ഭാവി ഒട്ടും ദോഷങ്ങളില്ലാത്ത പൂർണ്ണമായും പ്രകാശപൂർണമായ ഒന്നാക്കി മാറ്റാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളുടെ കർമ്മഫലങ്ങളെ ഇത്ര വേഗത്തിൽ അനുഭവിപ്പിച്ചു തീർക്കുന്നത്. അതുകൊണ്ട് നല്ലത് ചെയ്തിട്ടും കഷ്ടപ്പാടുകൾ വരുമ്പോൾ ഓർക്കുക, ദൈവം നിങ്ങളെ ശിക്ഷിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ എല്ലാ കടങ്ങളും വീട്ടി നിങ്ങളെ പൂർണ്ണ സ്വതന്ത്രനാക്കുകയാണ്. ഈശ്വരൻ കൂടെയുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ തെറ്റുകൾ അപ്പോൾ തന്നെ തിരുത്തപ്പെടുന്നത്. മൂന്നാമത്തെ കാരണം, അഹങ്കാരം ഇല്ലാതാക്കലും യഥാർത്ഥ വിനയവും. ഇറഡിക്കേഷൻ ഓഫ് ഈഗോ ആൻഡ് കൾട്ടിവേറ്റിംഗ് ഹ്യൂമിലിറ്റി. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന മൂന്നാമത്തെ കാരണം ഇതാണ്: അഹങ്കാരം ഇല്ലാതാക്കലും യഥാർത്ഥ വിനയവും. മനുഷ്യൻ എപ്പോഴാണ് ദൈവത്തെ വിളിക്കുന്നത്? എപ്പോഴാണ് അവൻ മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കുന്നത്? ജീവിതത്തിൽ വിചാരിച്ചതെല്ലാം വിചാരിച്ച സമയത്ത് തന്നെ നടക്കുമ്പോൾ, ഒരു കഷ്ടപ്പാടുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ അറിയാതെ തന്നെ മനുഷ്യന്റെ മനസ്സിലൊരു ചിന്ത വരും: ഇതെല്ലാം എന്റെ കഴിവുകൊണ്ടാണ്, ഞാൻ വിചാരിച്ചാൽ എന്തും നടക്കുമെന്ന്. ഈ ചിന്തയാണ് അഹങ്കാരം. ഭാരതീയ തത്വചിന്തകളിലും ചാണക്യനീതിയിലും പറയുന്ന ഏറ്റവും വലിയ സത്യം മനുഷ്യന്റെ നാശത്തിന്റെ തുടക്കം അവന്റെ അഹങ്കാരത്തിൽ നിന്നാണ് എന്നാണ്. ഒരാൾക്ക് എത്ര വലിയ ഈശ്വരാനുഗ്രഹമുണ്ടായാലും അയാളുടെ മനസ്സിൽ അഹങ്കാരം വന്നാൽ ആ അനുഗ്രഹങ്ങളെല്ലാം ഇല്ലാതായിപ്പോകും. അതുകൊണ്ട് ദൈവം തനിക്ക് പ്രിയപ്പെട്ടവരെ അഹങ്കാരമെന്ന ഈ വലിയ കെണിയിൽ വീഴാൻ അനുവദിക്കില്ല. അതിനായി ദൈവം നൽകുന്ന ഔഷധമാണ് കഷ്ടപ്പാടുകൾ. ജീവിതത്തിൽ ചില പരാജയങ്ങളും കഷ്ടപ്പാടുകളും വരുമ്പോൾ മാത്രമാണ് മനുഷ്യൻ തന്റെ പരിമിതികളെക്കുറിച്ച് ചിന്തിക്കുന്നത്. പണവും പദവിയും ഒന്നും ശാശ്വതമല്ലെന്ന തിരിച്ചറിവ് അവനുണ്ടാകുന്നത് കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോഴാണ്. ആ സമയത്ത് അവന്റെ ഉള്ളിലെ ഞാൻ എന്ന ഭാവം തകരുകയും അവിടെ വിനയം എന്ന വലിയ പുണ്യം ജനിക്കുകയും ചെയ്യുന്നു. കഷ്ടപ്പാടുകൾ അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരുടെ വേദനകൾ കാണുമ്പോൾ അവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകൂ. ഈശ്വരൻ നിങ്ങളെ കഷ്ടപ്പാടുകളിലൂടെ കടത്തിവിടുന്നത് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനാണ്. എത്ര ഉയരത്തിലെത്തിയാലും കാലുകൾ മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ, വിനയമുള്ള ഒരു നല്ല മനുഷ്യനാക്കി നിങ്ങളെ നിലനിർത്താൻ ദൈവം നൽകുന്ന കൈപുള്ള എന്നാൽ അമൃത് പോലെയുള്ള സമ്മാനമാണ് ഈ പ്രതിസന്ധികൾ. ഓർക്കുക, വിനയമുള്ള ഹൃദയങ്ങളിൽ മാത്രമേ ഈശ്വരൻ വസിക്കുകയുള്ളൂ. നിങ്ങളെ അഹങ്കാരത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ ദൈവം ഒരുക്കുന്ന വഴിയാണിത്. നാലാമത്തെ കാരണം, വലിയൊരു ദൗത്യത്തിനായുള്ള തയ്യാറെടുപ്പ്. പ്രിപ്പറേഷൻ ഫോർ എ ഗ്രേറ്റർ മിഷൻ. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ലിസ്റ്റിലെ അവസാനത്തെയും ഏറ്റവും മാസുമായ കാരണം ഇതാണ്: വലിയൊരു ദൗത്യത്തിനായുള്ള തയ്യാറെടുപ്പ്. ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും. ഈ ലോകത്ത് ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹമുണ്ടായിരുന്നവർ ആരായിരുന്നു? മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമൻ, ലീലാമാനുഷ വിഗ്രഹമായ ശ്രീകൃഷ്ണൻ, ധർമ്മത്തിന്റെ പക്ഷത്തു നിന്ന പാണ്ഡവർ. ഇവരെയൊക്കെക്കാൾ വലിയ ഈശ്വരാനുഗ്രഹം ആർക്കാണ് ഉണ്ടായിട്ടുള്ളത്? എന്നാൽ ഇവരുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കൂ. ജനിച്ച നാൾ മുതൽ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് വല്ല കണക്കുമുണ്ടോ? ശ്രീരാമന് കാട്ടിലേക്ക് പോകേണ്ടി വന്നു. ശ്രീകൃഷ്ണന് ജനിച്ചപ്പോൾ മുതൽ ശത്രുക്കളെ നേരിടേണ്ടി വന്നു. പാണ്ഡവർക്ക് രാജ്യം നഷ്ടപ്പെട്ട് വനവാസം അനുഭവിക്കേണ്ടി വന്നു. എന്തുകൊണ്ടായിരുന്നു ഇത്? അവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹമില്ലാത്തതുകൊണ്ടായിരുന്നോ? ഒരിക്കലുമല്ല. മറിച്ച് അവർക്ക് ചരിത്രത്തിൽ വലിയ ചില ദൗത്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ലങ്കേശനായ രാവണനെ വധിക്കാനും മഹാഭാരത യുദ്ധത്തിലൂടെ ധർമ്മം സ്ഥാപിക്കാനും അവർക്ക് കരുത്തനായേ തീരുമായിരുന്നു. ആ കരുത്ത് അവർക്ക് ലഭിച്ചത് അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നുമാണ്. മഹാനായ ചാണക്യൻ പറയുന്നത് ഓർക്കുക: ഒരു സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധികളിലൂടെയാണ് ദൈവം നിങ്ങളെ കടത്തിവിടുന്നതെങ്കിൽ സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഏതോ വലിയൊരു ഉയരത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതേ സുഹൃത്തുക്കളെ, നിങ്ങളെ ദൈവം ഇപ്പോൾ പരീക്ഷിക്കുന്നത് നിങ്ങളെ തകർക്കാനല്ല, വരാനിരിക്കുന്ന വലിയൊരു വിജയത്തെ, വലിയൊരു പദവിയെ അല്ലെങ്കിൽ വലിയൊരു ഉത്തരവാദിത്തത്തെ താങ്ങാനുള്ള ശേഷി നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. കഠിനമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ അത് നിലനിർത്താൻ കഴിയൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ വരാനിരിക്കുന്ന വലിയൊരു സാമ്രാജ്യത്തിന്റെ നിർമ്മാണത്തിനുള്ള അടിത്തറ മാത്രമാണ്. ദൈവം നിങ്ങളെ ഒരു വലിയ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഒരിക്കലും തളരരുത്. ദൈവം നിങ്ങളെ കൈവിട്ടതല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ ഉയരങ്ങളിലേക്കെത്തിക്കാൻ ഈശ്വരൻ നിങ്ങളെ മാറ്റുരച്ചുകൊണ്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന വലിയൊരു പ്രകാശത്തിന്റെ തുടക്കമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഇരുട്ട്. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ഈശ്വരൻ നിങ്ങളെ പരീക്ഷിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമന്റുകൾ വായിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. ചാണക്യലോകത്തിലെ ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ പുതിയൊരു പ്രത്യാശ നിറച്ചെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുകയും ചെയ്യുക. ജീവിത വിജയത്തിനായുള്ള കൂടുതൽ ചാണക്യതന്ത്രങ്ങളും മോട്ടിവേഷനുകളും ഇനി ഒട്ടും മിസ്സാകാതിരിക്കാൻ നമ്മുടെ ചാണക്യലോകം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്തു വയ്ക്കുക. പുതിയൊരു ശക്തമായ ആശയവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.